السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عظيم. قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون. صدق الله العظيم. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആ പട്ടണത്തിലെത്തിയ, ഏതാണ് പട്ടണം എന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, ആളുകളോട് നാട്ടുകാർ തിരിച്ചു പറഞ്ഞ പരിഹാസത്തിന്റെ ചില വാക്കുകളാണ് ഈ പറയുന്നത്. കാലു അവർ പറഞ്ഞു, ഇന്ന തത്തയ്യർന ബിക്കും, റബ്ബിനെ പരിചയപ്പെടുത്താൻ വന്ന പ്രബോധകരായ ദൂതരോട് അവർ പറയുകയാണ്, ഇന്ന നിശ്ചയം ഞങ്ങൾ തത്തയ്യർന ബിക്കും, നിങ്ങളെ കൊണ്ട് ദുസ്സഹനം ബാധിച്ചവരാണ്. നിങ്ങൾ വന്നേടെ മുതൽ ലക്ഷണക്കേട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. തൗഹീദ്, ദീന്, ഹിദായത്ത് പറയാൻ വന്ന ആളുകളോട് നാട്ടുകാർ പറയാണ്, നിങ്ങൾ വന്നിട്ട് ഇത് പറയാൻ തുടങ്ങിയത് മുതൽ ഞങ്ങൾക്ക് തീരെ ഒരു സുഖം ഉണ്ടായിട്ടില്ല. ഈ എല്ലാ ദുസ്സഹനവും നിങ്ങളെ കൊണ്ടുണ്ടായതാണ്. ലൈലം തന്തഹു, ഇത് നിങ്ങൾ വിരോധിച്ച് ഇതിൽ നിങ്ങൾ ഇങ്ങനെ പിന്മാറുന്നില്ലെങ്കിൽ ലനർജുമന്നക്കും, നിങ്ങളെ നമ്മൾ എറിഞ്ഞടിക്കും, എറിഞ്ഞു ഓടിക്കും, എറിഞ്ഞു കൊല്ലും. വലയമസന്നക്കും, നെഹ് പഠിച്ച ആളുകൾക്കറിയാം, അവിടെ ഉപയോഗിച്ച വാക്കുകളൊക്കെ തൈക്കീദിന്റെ വല, ലാമ് തൈക്കീദിന്റെയാണ്. മസന്ന ലാസ്റ്റുള്ള കട്ടിയുള്ള നൂന് തീർച്ച എന്ന അർത്ഥമൊക്കെയുള്ളതാണ്. വലയമസന്നക്കും മിന്ന അദാബുൻ അദീം, ഞങ്ങളെ ഭാഗത്തുനിന്ന് അതികഠിനമായ ശിക്ഷ നിങ്ങൾ നേരിടേണ്ടി വരെന്നെ ചെയ്യും. അതിൽ സംശയമൊന്നും വേണ്ട. മര്യാദയ്ക്ക് ഈ പണി നിർത്തി പോയിക്കോളിന്ന് ദീന് പറയാമെന്ന ആളുകളോട് നാട്ടുകാർ പറയാം. നിങ്ങൾ വന്നേടെ മുതൽ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാല് കുത്തി അന്ന് മുതൽ ഹലാക്കിന്റെ കൊടിയാണ് നമ്മളെ ഭാഷയിൽ പറഞ്ഞത്. കാലു, അപ്പോ അവര് പറഞ്ഞു, ഈ മഹാന്മാര് പറഞ്ഞു, ത്വായിർക്കും മഴക്കും, നിങ്ങൾക്ക് വലിയ ലക്ഷണക്കേടോ പ്രശ്നങ്ങളോ ദുശോകനൊക്കെ ഉണ്ടെങ്കിൽ മഴക്കും നിങ്ങളെ കൂടെ നിങ്ങളെ കയ്യിലിരിപ്പോണ്ടുണ്ടായതാ. ഞങ്ങളിവിടെ നല്ലത് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ വന്നുകൊണ്ടും ഈ വർത്താനം പറഞ്ഞുകൊണ്ടൊന്നും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വല്ല പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരണമെങ്കിൽ അത് നിങ്ങളെ പ്രശ്നം കൊണ്ടാണ്, നമ്മളെ പ്രശ്നം കൊണ്ടല്ല. ത്വായിർക്കും മഴക്കും അയിൻ ദുഃഖിർത്തും, നിങ്ങൾക്ക് നല്ല കാര്യം ബോധ്യപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം? ഞങ്ങൾ എന്താ അവിടെ ചെയ്ത്? അള്ളാനെ പറയല്ലേ ചെയ്തത്, അതുകൊണ്ട് പ്രശ്നങ്ങൾ വരികയാണോ? ബൽ, മറിച്ച് അന്തും, ബൽ ബട്ട് അന്തും, നിങ്ങൾ ഖൗമും മുസ്രിഫൂൻ, നിങ്ങളാണ് അതിരുവിട്ട തമ്മാടികൾ. നമ്മളെടുത്ത് പ്രശ്നമൊന്നുമില്ല, നിങ്ങളെടുത്താണ് എല്ലാ പ്രശ്നങ്ങളും. ഇതിങ്ങനെ ചർച്ച പൊടിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ അന്താക്കിയ പട്ടണമാണെങ്കിൽ അത് അതിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാളുണ്ട് ഓടിക്കതച്ച് വരണേ. കാരണം ഇവരുടെ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ദീന് സ്വീകരിച്ച ആളാണ്. അപ്പോ ആരിൽ നിന്നാണ് എനിക്ക് വെളിച്ചം കിട്ടിയത്? അവരെ നാട്ടേരിട്ട് വളഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, ആട്ടുന്നുണ്ട് എന്ന് കേട്ടപ്പോ അയാൾ ഓടിക്കതച്ച് വരുന്നതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. വന്നു മിൻ അഖ്സൽ മദീന, ഈ ഗ്രാമത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നടക്കണ ഈ ചോദ്യം മറുപടിയും അടിയും ഒക്കെ ആ ഗ്രാമം മൊത്തം അപ്പോഴേക്ക് അറിഞ്ഞിട്ടുണ്ട്. അങ്ങേ അറ്റത്ത് തന്നെയാണ് ഇയാള്. യെസ് തന്നെ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. കാരണം വിവരം അവിടെ കിട്ടിയിട്ടുണ്ടേ. അപ്പൊ തടുക്കാൻ വേണ്ടി ഭയങ്കര സ്പീഡിൽ വരികയാണ്. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون.
ആയത്തോതുമ്പോൾ അയാളിങ്ങനെ വരണേ ഇങ്ങനെ തോന്നും. ആയത്തെങ്ങനെയാണ് ഓതുമ്പോ ആ മനുഷ്യൻ ഇങ്ങനെ വരണേ തോന്നും. വജാ റജുലുൻ, അവിടൊക്കെ നെഹ് പഠിച്ച ആളുകൾക്ക് അത്ഭുതമാണ്. റജുലു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഗ്രാമറിന്റെ ഭാഷയിൽ നെക്കിറ എന്നാ പറയാ. ഞാൻ എന്റെ താടി കറുപ്പിച്ചിട്ടൊന്നും കേട്ടോ, ചിലർ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ല, ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോഴേ അവിടുന്ന് ഒരു ഉസ്താദ് സ്വകാര്യം പറഞ്ഞ് ഒരു 20 വയസ്സ് കുറഞ്ഞിരിക്കണേ പറഞ്ഞ്. ഞാൻ കറുപ്പിച്ചല്ല, എന്നാലും അത് കേട്ടോ എനിക്കൊരു ജാതി. അപ്പൊ ഇനി ഇത് വേണ്ട, ഇത് ഈ നീലാമരി എന്നുള്ളൊരു സാധനമുണ്ട്, അത് മൈലാഞ്ചിൽ കലക്കിയാൽ ആ കടുംചോപ്പാണ് മാറി കിട്ടും. മറ്റേ നമ്മള് കടുംചോപ്പാകുമ്പോ തക്കാളിന്റെ പരസ്യം പോലെ തോന്നും. അത് വേണ്ടാന്ന് വിചാരിച്ച് ചെയ്യണാണ്. ഇന്നലെ ഈ മൈലാഞ്ചിന്റെ പൊടി കുറച്ച് കുറഞ്ഞപ്പോ നീലാമരി കുറച്ച് കൂടി. അപ്പൊ അത് ബ്ലൂ ആണ്, ബ്ലാക്ക് അല്ല. അതിങ്ങനെ ദൂരേന്ന് തോന്നുമ്പോ എന്ത് ചെയ്യും, കറുപ്പാണോ തോന്നിപ്പോവും. അപ്പൊ ഞാൻ തിരുത്തണല്ലോ, അതുകൊണ്ട് പറഞ്ഞ ഇതന്നെ ഒന്ന് കളയാൻ നോക്കാണ്. കാരണം ഇതന്നെ ഒരു 20 വയസ്സ് കുറഞ്ഞിരിക്കണെന്ന് അയാള് പറഞ്ഞപ്പോ എനിക്കൊരു ലെവൽ കിട്ടുന്നില്ല. അതാണ് ഞാൻ ആൾക്കാരങ്ങനെ തെറ്റിദ്ധരിക്കണ്ടെന്ന് എഴുതിയിട്ട് അത് ഞങ്ങൾക്ക് തിരുത്തണ്ടാണ് അവിടെ എത്തിയാട്ടോ. ഓ, ഇനി ഇത് കണ്ടിട്ട് ആരും കറുപ്പിക്കാൻ നിൽക്കണ്ട, ഞാൻ കറുപ്പിച്ചില്ല. അതന്നെ അഫ്രീദിന്റെ പണിയാണ്, ഓനെ അത് കലക്കി തരില്ല. എന്നോട് മുണ്ടാതെ ആ സാധനം കുറച്ച് കൂട്ടി കലക്കി, അതുണ്ടായത്. ഞാൻ കറുപ്പിക്കുന്ന ആളൊന്നുമല്ല, അതിനെ എതിരുള്ള ആളാ. അപ്പൊ ഈ പറഞ്ഞ റജുലും മിൻ അഖ്സൽ മദീന, പട്ടണത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഒരാൾ ഈ വരവിനാ യസ് എന്ന് പറയാ. എന്താണ് അവിടെ നടക്കുന്ന അടിയോ, അള്ളാന്റെ ആൾക്കാരെ ചോദ്യം ചെയ്യേ. അങ്ങനെ ഓതുമ്പോ ഒരെങ്ങനെ വരണട്ടോ. قال يا قوم اتبعوا المرسلين. قال, അയാള് വന്നിട്ട് പറഞ്ഞു, യാ കൗമി, എന്റെ നാട്ടുകാരെ, എന്റെ ജനങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, ഇത് അള്ളാന്റെ ആൾക്കാരാ, ഓല് പറഞ്ഞൊന്ന് കേട്ടിട്ട് ഓലെ തുടരിങ്ങള് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും നോക്കി, ആരാ ബന്, നാട്ടുകാരനാ. യാ കൗമി ഇത്തബിഉൽ മുർസലീൻ. നമ്മളാണെ അവിടെ ദജ്ജാലിന്റെ മക്കളെ എന്നല്ല പറയാ. ഇയാള് പറഞ്ഞു യാ കൗമി, എന്റെ ആൾക്കാരെ എന്നാണ്. ഒരു മുഅ്മിന്റെ മനസ്സങ്ങനെ ആയിരിക്കും, റഫത്തുണ്ടാവും. ആരിങ്ങനെ വളരെ ഗൗരവത്തിൽ കണ്ട് നരകത്തേക്ക് ലിസ്റ്റിക്ക് തള്ളൂല. എങ്ങനെങ്കിലും ഒന്നും കണ്ട് കിട്ടിയാലോ എന്ന് എഴുതിയിട്ട് അവരെ ചേർത്തി പിടിച്ചിട്ടേ സംസാരിക്കുള്ളൂ. അത് മുഅ്മിന്റെ ഒരു സ്വഭാവമാണ്. യാ കൗമി, അല്ലാത്ത രീതി എടുക്കട്ടോ. ജമാലിയത്ത് ജലാലിയത്ത് എന്ന് പറയാ. ഇതിന് റബ്ബിന് 2 സ്വഭാവമുണ്ട്. റസൂലുള്ളാഹി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീനാണ്. അതിന്റെ സ്വഭാവങ്ങളൊക്കെ തങ്ങൾക്കുണ്ട്. പക്ഷെ ചില സമയത്ത് ഗൗരവമുണ്ട്, അതിശക്തമായി ഇടപെട്ടിട്ടുണ്ട്. അത് ആളുകൾ പറയാറില്ല. അതുണ്ട്. ആ 2 ഭാഗം ഉണ്ടാകുമ്പോഴേ മനുഷ്യത്വത്തിന്റെ സമ്പൂർണ്ണ പ്രതീകമാവുള്ളൂ. 2 ഉണ്ടാവും. ദേഷ്യം പിടിക്കണമത്തെ ദേഷ്യം പിടിക്കാൻ ചെയ്യും. തായിഫിന്റെ മരുഭൂമിയിൽ ഏറ് കിട്ടിയിട്ട് ഞെരിയാണിഞ്ഞ് പൊളിഞ്ഞപ്പോഴും ഇതേ വാക്ക് തങ്ങൾ ഉപയോഗിച്ചു. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, എന്റെ കൗമിന് പുറത്തു കൊടുക്കണം റബ്ബേ. എറിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിട്ട് എന്റെ കൗമ് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് ഉദുറും പറഞ്ഞു, ലാ യഅലമൂൻ, ഓലിനെ എറിഞ്ഞാട്ടിയതിന്റെ കാല് പൊളിച്ചതൊക്കെ ഓല് വിവരമില്ലാത്ത ആളുകളായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇജ്ജ് പുറത്തു കൊടുക്കണം. എന്താണ് ആ സ്നേഹം? എന്നാ ഇതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തപ്പോ അസനസ്കാരം കളായി, ശത്രുക്കൾ കാരണത്താൽ. അപ്പാണ്ട് തോർന്നു, ഓലൊക്കെ കബറിനി തീയാൽ നിറക്കണേ, മല അല്ലാഹു ഖുബൂറഹും നാർ, അവരുടെ കബറുകളെ തീയാലെ നിറക്കണേ റബ്ബേ. അതും മുഹമ്മദ് മുസ്തഫ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് കാച്ചേണ്ട സമയത്ത് കാച്ചിന്നെ ചെയ്യും. നൂഹ് നബി പറഞ്ഞില്ലേ, ഒരൊറ്റ എണ്ണത്തിന് ഭൂമിയിലും ആക്കിയേക്കരുത്. അത് തെറ്റാണോ? അല്ല. ഇത് പഠിക്കാതെ ഒരു ഭാഗം മാത്രം പഠിക്കരുത്. പക്ഷെ ഏറ്റവും മികച്ചിക്കൽ ആ റഹ്മത്തിന്റെ കൃപയുടെ നല്ല രീതി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതാണ് ഇദ്ദേഹത്തിന് ഉൾക്കൊണ്ടത്. ഇദ്ദേഹം ഇവര് വഴി ഇസ്ലാം തൗഹീദിന്റെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് വന്നിട്ടും നാട്ടുകാർ മൊത്തം വളഞ്ഞ് അദ്ദേഹത്തിന്റെ ആളുകളെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടും പറഞ്ഞത്, യാ കൗമി, എന്റെ കൗമേ, എന്റെ ആൾക്കാരെ, ഇത്തബിഉൽ മുർസലീൻ, ഇവര് അള്ളാന്റെ ആളുകളാണ്, ആ ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റണം കേട്ടോ. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ, അത് എനിക്ക് വള്ളക്കടിക്കണം കേട്ടോ. ഇനി അടുത്ത് അർത്ഥം വെക്കണോ? അത് ഞങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരെ പ്രതിക്കൂട്ടിലാക്കണ വർത്താനം അടുത്ത് വരാൻ പോണേ. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റണം, മൻ, ഒരുത്തനെ, ലാ യസ്അലുകും അജ്റൻ, ഓല് വഅദ് പറയാന്നല്ലാതെ പൈസ വാങ്ങണില്ലല്ലോ. ഓല് അള്ളാന്റെ ആളുകളാന്നുള്ളതിന് തെളിവ് പറയാണ്. ഓല് വഅദ് പറയുന്നുണ്ട്, 5 പൈസ നിങ്ങളിരുന്ന് വാങ്ങിക്കണോ? അപ്പൊ ഒരു നല്ലവരല്ലേ? അപ്പൊ അതിനടുത്ത പൈസ വാങ്ങുന്നവര്
അത് നല്ല രസമുണ്ട്. ഇത്തബിയോ നിങ്ങൾ പിൻപറ്റണം എന്നൊരുത്തനെ. ലാ യസ്അലുക്കും നിങ്ങളോട് പോലും ചോദിച്ചിക്കണോ അജറും കൂലി? ദുന്യാവിന്റെ എന്തെങ്കിലും പൈസ തരാൻ പറയണോ? പിന്നെ എന്തിനാ ഈ നാട്ടിൽ നിന്നിട്ട് വേറെ പറഞ്ഞ് ഒരു ചില്ലിക്കാശ് ഓൽക്ക് ആവശ്യമില്ല. അപ്പൊ അവർ അള്ളാന്റെ ആൾക്കാരെ ശ്രദ്ധിക്കണം. പൈസ വാങ്ങാതെ ഉപദേശിക്കുന്ന ആൾക്കാരാണ് ഓലെ ശ്രദ്ധിക്കണം. ഓൽക്ക് ദുന്യാവ് ലക്ഷ്യമില്ല, ആഖിറാണ് ലക്ഷ്യം. ഇത്തബിയോ മല്ലാ യസ്അലുക്കും അജറൻ വഹും മുഹ്തദൂൻ. ഓല് നല്ലവരാണ്. അതിന് മൂപ്പര് പറഞ്ഞ ന്യായത്തിൽ ഒന്ന് പൈസ വാങ്ങണില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കാരണം പഴയ കാലത്ത് വലിയ വലിയ ആളുകൾ ശമ്പളം വാങ്ങാതെ കാലിയാലുണ്ട്, ജോലി എടുക്കലുണ്ട്, ദർശനം എടുക്കലുണ്ട്. ഈ ശമ്പളം വാങ്ങുന്ന ആൾക്കാരൊന്നും ഇനി ചെറുതാക്കി കാണരുത് കേട്ടോ. എല്ലാവും നമ്മൾ ചെയ്യേണ്ടാണ്. നാളെ ഒരാളിനോട് പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ കാലിയരുണ്ടായിരുന്നു 40 കൊല്ലം ജോലി ചെയ്ത് ഉറുപ്പ് ശമ്പളം വാങ്ങിയിട്ടില്ല. അപ്പൊ ഞാനാണ്ട് എണ്ണത്തിന് വെച്ചു കൊടുത്ത് ശമ്പളം വാങ്ങിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പരി കാര്യങ്ങളെല്ലാം കൊണ്ടുകൊടുത്തിന്ന്. അത് ശരിയാണ്. പോരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്ത്. അത് ശരിയാണ്. മക്കളെ കെട്ടിച്ചങ്ങളല്ലേ. അത് ശരിയാണ്. പിന്നെ എന്തിനാ ശമ്പളം? അതുണ്ടായിരുന്നു. അതാരും പറയില്ല. അയായത് പറയുന്നത് എന്താ വെച്ചാൽ ശമ്പളം വാങ്ങുന്ന ഉസ്താമാരെ ചെറുതാക്കരുത്. പക്ഷെ ഇവിടെ പറഞ്ഞ ന്യായതാണ്. ഇത്തബിയോമല്ല യസ്അലുക്കും അജറും വഹും മുഹ്തദൂൻ. അത് അദ്ദേഹത്തിന് തോന്നിയ ആ സമയത്ത് ന്യായം പറഞ്ഞാണ്. ജനങ്ങളെ ദൂരേന്ന് വന്നിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് പറഞ്ഞെന്ന് ഈ മനുഷ്യന്മാര് തിരിച്ചങ്ങളോട് ദുന്യാവിന്റെ ലാഭേച്ഛ പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ അവര് നല്ലവരാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, എതിർക്കരുത്, പരിഹസിക്കരുത്, പിൻപറ്റണോ എന്ന് പറഞ്ഞു. ഇത്തബിയോമല്ല യസ്അലുക്കും അജറും വഹും മുഹ്തദൂൻ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി ഈ പറഞ്ഞ മനുഷ്യനെ ആ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ട്. അത് അടുത്ത ഇൻഷാ അല്ലാഹ് ആയത്തുകളിൽ വരും. അവിടെ നമുക്ക് പറയാം. ഇവിടെ ഇപ്പോൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം, ചില ആളുകൾ, ഇത് മൂസാ നബിന്റെ കാലക്കാരൊക്കെ പറഞ്ഞിരുന്നൊരു വാക്കാണ്. മൂസാ നബി അലൈഹിസ്സലാം ഉപദേശം തുടങ്ങിയ പോലെ പറഞ്ഞു നാട്ടിൽ കുറെ ബല തുടങ്ങിക്കണം, നിങ്ങൾ ഈ വർത്താനം പറയാൻ തുടങ്ങിയതിനു ശേഷമാണ്, അതുകൊണ്ട് മിണ്ടല്ലി എന്ന് പോലെ പറഞ്ഞു. എന്തിനേറെ മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദേ നീ ഇവിടെ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ തുടങ്ങിയത് മുതൽ നാട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈയും ഈ വർത്താനം ഈ നാട്ടിലും ബലാവും മുസീബത്തും ഉണ്ടാക്കണാണ്, മേലാൽ മുണ്ടരുത്. ഇതെല്ലാരും പറഞ്ഞാണ്. ഇവരും പറഞ്ഞു നിങ്ങൾ വന്നേടെ മുതൽ നാട്ടിൽ ഹലാക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന്. സത്യത്തിൽ ഹലാക്ക് ഇറങ്ങണ ഇവര് വന്നിട്ടല്ല. ഇവര് പറഞ്ഞ ഈ സത്യം കേൾക്കാതെ ഒരു പരിഹസിച്ചിട്ട് അള്ളാഹ് കൊടുക്കുന്ന ഹലാക്കാണ്. അത് ഇങ്ങോട്ട് വിറ്റ് ചെയ്യാണ്. സത്യനായാല് കാരണക്കാല ഓല തന്നെയാണ്. റബ്ബിന്റെ ദീന് പറയുമ്പോ അത് ഉൾക്കൊള്ളാതിരുന്നാൽ അള്ളാഹ് അതാവ് ചെയ്യും. അത് എന്നിട്ട് ഇവര് പറഞ്ഞുകൊണ്ടാന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടടിക്കാണ്. അതിന് കാരണക്കാർ അതാണ് അവര് പറഞ്ഞത്. കാലോ ത്വായറുക്കും മയക്കും, നിങ്ങൾക്ക് ലക്ഷണക്കേട് വന്നിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളെ കയ്യിൽ ഇരിപ്പുണ്ട, നമ്മളെ പ്രശ്നം കൊണ്ടല്ല. ഞങ്ങളെന്താ പറഞ്ഞേ? ഞങ്ങൾ ദീനല്ലേ പറഞ്ഞത്. ദീന് പറഞ്ഞിട്ട് ലക്ഷണക്കേട് ഉണ്ടാവേ. ദീന് പറഞ്ഞിട്ട് നിങ്ങൾ തിരസ്കരിച്ചു, നിങ്ങൾ അംഗീകരിച്ചില്ല. അപ്പൊ അള്ളാഹുത്തെ ലക്ഷണക്കേട് നിങ്ങൾക്ക് ഉണ്ടാക്കി എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. ഇവരെല്ലാരും ഓല് കൈകാര്യം ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനായി മനസ്സിലാക്കി ഹിദായത്തിന്റെ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രകാശധാര, തൗഹീദിന്റെ രാജപാത, അതാണ് രാജപാത. ആ ട്രാക്ക് തെറ്റിയാൽ നരകത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏത് പ്രയാസങ്ങളുടെ വേലിയേറ്റത്തിലും പരീക്ഷണങ്ങളുടെ പാറക്കെട്ടുകൾക്കിടയിലും അദാബിന്റെ തീച്ചൂളയിലും തൗഹീദ് അടർന്നു പോകുന്ന അപകടത്തിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. പടച്ചോനെ പറഞ്ഞും കേട്ടൊക്കെ കബൂലാക്കണേ അല്ലാഹ്. രാവിലെ തന്നെ ഖുർആൻ കേൾക്കാൻ വരുന്ന ഞങ്ങളെയോ ഞങ്ങളെ വീട്ടുകാരെയോ കുടുംബക്കാരെയോ ബന്ധപ്പെട്ട ഒരാളെയോ കത്തികാളുന്ന നരകത്തിലിടല്ലേ റബ്ബേ. സ്വർഗത്തിലേക്ക് സെലക്ട് ചെയ്യണേ അല്ലാഹ്. കടഞ്ഞെടുക്കണേ അല്ലാഹ്. കുടഞ്ഞെടുക്കണേ അല്ലാഹ്. ശുദ്ധീകരിച്ചെടുക്കണേ അല്ലാഹ്. സിയാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാനിന്റെ റൂട്ട് മാപ്പിൽ നീ ബ്ലോക്ക് ഉണ്ടാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ലാഹ്. ഖൽബിന് ശുദ്ധി നൽകണേ അല്ലാഹ്. സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കച്ചവടക്കാർക്ക് ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ സമയം തരുന്ന മുഴുവൻ ആളുകൾക്കും ജീവിതത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അതൊക്കെ ത്വാഅത്തിലൂടെ, ദഅവത്തിലൂടെ, ഖിദ്മത്തിലൂടെ, മദ്ഹിലൂടെ ആക്കി തരണേ അല്ലാഹ്.
മക്ക മദീനകളിൽ എത്തിയിട്ടുള്ള ലക്ഷങ്ങളുണ്ട്. മഖബൂലും മബ്രൂറുമായ ഹജ്ജുമുറകൾക്കും മർളിയായ സിയാറത്തിനും അവസരം നൽകണേ അല്ല. ഞങ്ങൾക്ക് ആയുസ്സിൽ പലവട്ടം അവസരം താറട്ടെ. അതിന്റെ തടസ്സങ്ങളിൽ നിന്ന് കാക്കണേ അല്ല. കടത്തിൽ കുടുക്കി മരിക്കല്ല അല്ല, കടത്തിൽ മരിപ്പിക്കല്ല അല്ല, കടക്കാരനായി മറ്റുള്ളവർക്ക് ബാധ്യതയാക്കല്ല അല്ല. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിച്ച് നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ലത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസന്ന ഭാവത്തോടെ പതറാതെ കലിമ പറഞ്ഞ് ചിരിച്ചു മരിക്കുന്നവരിൽ പെടുത്തണേ അല്ല. ഇതൊക്കെ അതിന് കാരണമാക്കി തരണേ അല്ല. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ല. ഗുരുവര്യന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ല. പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മോമിനിയങ്ങൾ മോമിനാത്തിന് പുറത്തു കൊടുക്കണേ അല്ല. ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർ അള്ളാഹു എനിക്ക് എൻ്റെ ഉസ്താദുമാരായ മുഹമ്മദ് വാക്കവി പൂക്കോട്ടൂർ മമ്മിക്കുട്ടി ഹസ്രത്ത് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല. ഇവിടെ ഇരിക്കുന്ന മറ്റു ഉലമാഇന്റെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല. അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا ولمن دفنوا حوالينا وللحجاج وللعمال ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على آخر القيس سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.